ഹലോ, ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഉള്ളിയും പച്ചപ്പറങ്കി ഇഞ്ചിയെല്ലാം മുറിച്ചിട്ട് അത് വഴറ്റിക്കൊണ്ട് പോയിന്ന്. പിന്നെ അന്ന് ചാറ് ലേശം ചെമ്മീൻ എടുത്തിട്ട് തേങ്ങ അരച്ച് കറിയും ആക്കി, പിന്നെ ബാക്കി ലേശം ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഇതുപോലെ റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചേ ഇല്ലൂ, പാടൊന്നുമില്ല, ലേശേ ഇല്ലൂ. അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് സാമ്പാറാണ് വെച്ചിന്. സാമ്പാറിൻ്റെ ഒപ്പം ഇത് ഒന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഇതാ എല്ലാം കൂടെ വഴറ്റിക്കൊണ്ട് പോയി അതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളിയും കൂടിയിട്ട് നന്നായി വഴറ്റി വന്നിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതാക്കട്ടെ. ലേശം ഉപ്പ് ഇട്ടിന്. ഞാൻ ചെമ്മീനാട് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിനെ. അങ്ങനെ പൊടികൾ എല്ലാം ഇട്ട് ഇതാ ചെമ്മീനും പൊടിയൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ച ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തു. ഒരു 2 വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിനെ. നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ. അങ്ങനെ ഇതാ നന്നായി എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് നല്ല എന്താ പറയുക റോസ്റ്റായിട്ട് വരണം. നല്ല എല്ലാം കൂടെ ഒന്ന് ഉപ്പ് എരിവും എല്ലാം കൂടെ മൊത്തം പിടിച്ച് വരണം. നല്ല എന്താ പറയുക നല്ല കളറാണ്. ഇതിൽ വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ല നല്ല കളറുണ്ട്. നല്ല ഇപ്പം തന്നെ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ.